എം പ്രകാശൻ മാസ്റ്റർ, നോക്കൂ, സ്വർണം പൂശിയ പാളി വിഷയം മറ്റൊരു സുവർണാവസരമാക്കുകയാണോ ഇവിടെ ചിലർ? ഈ പറഞ്ഞതൊക്കെ ആർക്കും അറിയാത്തത് കൊണ്ടാണോ? ഒരു അനുഭവം ഉണ്ടായിട്ടും പഠിച്ചില്ലേ ഇവരൊക്കെ? കേരളത്തിലെ രാഷ്ട്രീയം കഴിഞ്ഞ കുറച്ച് കാലം പരിശോധിക്കുന്ന ആർക്കും എന്തിനു വേണ്ടിയാണ് ഇപ്പോൾ നടക്കുന്ന ഈ ചർച്ചകളുടെ ഉദ്ദേശം എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി കഴിയും. ഇവിടെ കേരളത്തിലെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയെയും അതുപോലെ ചില മന്ത്രിമാരെയും ടാർഗറ്റ് ചെയ്ത് അവർ സ്വർണം കടത്തി വീട്ടിലേക്കുൾപ്പെടെ ബിരിയാണി ചെമ്പിൽ സ്വർണം കടത്തിയതെ സംബന്ധിച്ച്, അതുപോലെ തന്നെ ഈത്തപ്പഴത്തിൽ അകത്ത് സ്വർണം കടത്തിയതിനെ സംബന്ധിച്ച്, ഖുറാനകത്ത് സ്വർണം കടത്തിയതിനെ സംബന്ധിച്ചെല്ലാം ഉള്ള എന്തെല്ലാം കാര്യങ്ങൾ ഈ കേരളം കേട്ടിട്ടുണ്ട്. ഇപ്പോൾ ആ കാര്യങ്ങളെ സംബന്ധിച്ച് ഒന്നും തന്നെ അവർക്ക് വേറെ ഒന്നും പറയാനില്ല. ഇതിലെല്ലാം അന്വേഷണങ്ങളെല്ലാം പൂർത്തീകരിച്ച് ഒരു കാര്യവുമില്ലാതെ പൊയ്വടിയാണ് ആ കാര്യങ്ങൾ എന്നെല്ലാം ഉള്ളത് ബോധ്യപ്പെട്ടല്ലോ. ഇവിടെ ഈ വിവാദം ആരാണ് ആരംഭിക്കുന്നത്? കേരളത്തിൻ്റെ ചരിത്രത്തിൽ ആദ്യമായിട്ട് കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട ആരാധനാ കേന്ദ്രത്തെ മതേതര ആത്മീയതയുടെ ഒരു കേന്ദ്രമാക്കിയിട്ട് ലോകത്താകെ തന്നെ പ്രചരിപ്പിക്കാൻ പാകത്തിൽ ഒരു വലിയ ശ്രമത്തിന് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രവർത്തനം ആരംഭിക്കുന്നു. ആഗോള അയ്യപ്പ സംഗമം. ആഗോള അയ്യപ്പ സംഗമം നടക്കുന്നതിന് 6 ദിവസക്കാലം മുമ്പ് ആരാ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടുവന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി ഉന്നയിച്ച ആക്ഷേപത്തെ സംബന്ധിച്ച് എന്തായിരുന്നു BJPയുടെയും കോൺഗ്രസിൻ്റെയും നിലപാട്? അതൊന്നും കേരളം മറന്നു പോകുന്നില്ലല്ലോ. ഇവിടെ ദ്വാരപാലകൻ ശില്പങ്ങളുടെ പീഠം അത് കാണാനില്ല എന്ന് പറഞ്ഞ വിവാദം ആഗോള അയ്യപ്പ സംഗമത്തിന് മുമ്പ് കൊണ്ടുവന്നത് എന്തിനാണെന്നുള്ളത് എല്ലാവർക്കും അറിയാം. ആഗോള അയ്യപ്പ സംഗമത്തിൻ്റെ ശോഭ കെടുത്താനും ഈ ഗവൺമെൻറ്റിനെയും അതുപോലെ ദേവസ്വം ബോർഡിനെയും ജനങ്ങൾക്കിടയിൽ ഇകഴ്ത്തി കാണിക്കാനുമുള്ള ശ്രമത്തിൻ്റെ ഭാഗമായിട്ടാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയക്കാരൻ പറയുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എടുത്തു നടന്നത് VD സതീശനും അതുപോലെ BJPക്കാരും ഉൾപ്പെടെയുള്ളവരല്ലേ. അന്ന് അദ്ദേഹം പറഞ്ഞ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ കാര്യങ്ങൾ നമ്മുടെ എല്ലാം മുമ്പിലുണ്ടല്ലോ. ഇവിടെ 4 കിലോ സ്വർണം ഈ പറയുന്ന ആളുകൾ മോഷ്ടിച്ചു. സ്വർണം മോഷ്ടിക്കുന്നതിന് മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ദേവസ്വം മന്ത്രിയും അതുപോലെ ബോർഡും എല്ലാം ഉത്തരവാദിയാണെന്ന് പറഞ്ഞവരാരാ? ഒരാഴ്ചക്കാലം ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കൊണ്ടു നടന്നതാരാ? കോൺഗ്രസ്സുകാരും BJPക്കാരും ഇല്ലേ? എന്നിട്ട് വിജിലൻസ് അന്വേഷിച്ചപ്പോൾ ഒരു കാര്യം കൃത്യമായി, ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെയാണ് ആ പീഠം കൊണ്ടുപോയിട്ടുള്ളത്. അത് കക്കുന്നതിൽ വലിയ പങ്ക് വഹിച്ചത് പോറ്റിയാണ്. അദ്ദേഹത്തിൻ്റെ സഹോദര വീട്ടിൽ നിന്ന് അത് കിട്ടി. ആ സമയത്ത് എന്താ ഈ പറയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് അവർ പറഞ്ഞിരിക്കുന്ന കാര്യം? എന്തുകൊണ്ട് തങ്ങൾ കൊണ്ടു നടന്ന ഉണ്ണികൃഷ്ണൻ പോറ്റി ഇങ്ങനെ ഒരു ഗുരുതരമായ തെറ്റ് ചെയ്ത ആളാണ് എന്നുള്ളത് അവർക്ക് സമ്മതിക്കാൻ കഴിയുന്നില്ല. ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം എന്താ? പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യം ആ കാര്യത്തിൽ വളരെ വ്യക്തമായ നിലക്ക് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ കാര്യം പറഞ്ഞിട്ടുണ്ട്. ഇവിടെ 1998 വിജയമല്യ അവിടെയുള്ള കോവിലും അതുപോലെ ദ്വാരപാലക ശില്പവും സ്വർണം പൂച്ചതിന് ശേഷം നടന്നിരിക്കുന്ന കാര്യങ്ങളാകെ അതിൻ്റെ അന്നുണ്ടായ തൂക്കം എത്രയാണ്, പിന്നീട് ഓരോ ഘട്ടങ്ങളിലും ഉണ്ടായിട്ടുള്ള നില എന്താണ്, ആ സൂക്ഷിക്കുന്നതിന് വേണ്ടി ഉണ്ടായിരുന്ന സംവിധാനം എന്താണ്, ആരുടെ എല്ലാം കൈകളിലൂടെയാണ് കൈമാറ്റം, 2019 നില എന്തായിരുന്നു, ഇപ്പോൾ 23 നില എന്താണ്, ഈ കാര്യങ്ങളെ സംബന്ധിച്ചെല്ലാം ഒരു സമഗ്രമായ അന്വേഷണം വേണമെന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയോട് ഇവിടെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ആവശ്യപ്പെടുന്നു എന്ന് വന്നാൽ അതിൻ്റെ അർത്ഥം എന്താ? അതിൻ്റെ അർത്ഥം ഇക്കാര്യത്തിൽ കൃത്യമായ നിലക്കുള്ള ഒരു നിലപാട് ഈ ഗവൺമെൻറ്റിനും ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കുമുണ്ട് എന്നുള്ളതാണ്. ഒരു കുറ്റക്കാരിയെ സംരക്ഷിക്കുന്ന വിഷയമില്ല എന്ന് ആർജവത്തോടെ പറയാൻ ഈ ഗവൺമെന്റ് വേറെ കഴിയില്ല. അതിൽ താല്പര്യം ഇപ്പൊ കാണുന്ന ബഹളം വരട്ടെ എന്നൊക്കെ പറയുന്നുണ്ട് പ്രതിപക്ഷ നേതാവ്. തീർച്ചയായിട്ടും അത് പ്രതിപക്ഷ നേതാവിന് CBIയോട് വലിയ സ്നേഹം എപ്പോഴാണ് വന്നത് ഞങ്ങൾക്കറിയില്ല. ഇവിടെ CBIക്കെതിരെ പരാതി കൊടുക്കാൻ നേരത്തെയുള്ള പ്രസിഡന്റിനെ പോയി കണ്ട ആളുകളിൽ AICC അധ്യക്ഷനുണ്ട്. എപ്പോൾ മുതലാണ് CBI ഈ പറയുന്ന പ്രതിപക്ഷ നേതാവിന് പിന്നെ സ്വീകാര്യനായെന്നുള്ളത് ഞങ്ങൾക്കറിയില്ല. ഇവിടെ യഥാർത്ഥത്തിൽ ഈ കാര്യങ്ങളെ സംബന്ധിച്ച് ഒരു കുറ്റവാളിയെ സംരക്ഷിക്കില്ല എന്നുള്ള കാര്യം ഉറപ്പിച്ച് പ്രസ്താവിച്ച് ഇപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സംബന്ധിച്ച് ബഹുമാനപ്പെട്ട മന്ത്രി പറഞ്ഞ കാര്യം മീഡിയ സെല്ലിൻ്റെ മുമ്പിലുണ്ടല്ലോ. അദ്ദേഹത്തിൻ്റെ പങ്കിനെ സംബന്ധിച്ച് ഗൗരവമായി പരിശോധിക്കണം എന്ന കാര്യം പറഞ്ഞിരിക്കുന്നത് ദേവസ്വം മന്ത്രിയാണ്. അപ്പോൾ അതെല്ലാം സംബന്ധിച്ച് വളരെ കൃത്യമായ നിലക്കുള്ള ഒരു നിലപാട് ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പിന്നെ എടുത്തപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്താ? ഈ ഗവൺമെൻറ് അപകീർത്തിപ്പെടുത്താനുള്ള നീക്കാണ്, അതിനുവേണ്ടിയുള്ള പിന്നെ ശ്രമങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവരെ സംബന്ധിച്ച് രാഷ്ട്രീയ അധികാരത്തിന് എങ്ങനെയാണ് വിശ്വാസത്തെ ഉപയോഗപ്പെടുത്താൻ വേണ്ടി കഴിയുക? അപ്പം അയ്യപ്പൻ്റെ പിന്നെ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയാണ് ഇടതുപക്ഷം അയ്യപ്പനെതിരാണ്, വിശ്വാസത്തിനെതിരാണ്, അത് സ്ഥാപിക്കാനായിരുന്നല്ലോ ആഗോള അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട ശ്രമങ്ങളാകെ.
ആഗോള അയ്യപ്പ സംഗമം നടത്താൻ വേണ്ടി തീരുമാനിച്ചത് കേവലമായിട്ട് ഒരു പാർട്ടിയെ സഹകരിപ്പിച്ചുകൊണ്ടല്ല. അതിന്റെ സംഘാടക സമിതിയുടെ രക്ഷാധികാരികളിൽ പ്രതിപക്ഷ നേതാവ് ഉൾപ്പെടെയുണ്ട്. സഹകരിക്കാൻ കഴിയില്ല എന്ന നിലപാടും എടുത്തു. എന്ന് മാത്രമല്ല, അതുമായി ബന്ധപ്പെട്ട് വിജയകരമായ കാര്യം നടന്നല്ലോ. 4000-ലേറെ ആളുകൾ പങ്കെടുത്ത ആ സംഗമത്തിനകത്ത് ആരും ഉണ്ടായില്ല എന്ന് എത്ര ആവേശത്തോടെയാണ് BJP-ക്കാരും അതുപോലെ കോൺഗ്രസ്സുകാരും എല്ലാം പ്രചരിപ്പിച്ചത്. വസ്തുതയുമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യങ്ങൾ. അപ്പോൾ വിജയകരമായ ആഗോള അയ്യപ്പ സംഗമത്തിന് നേട്ടം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഗവൺമെന്റിനും ദേവസ്വം ബോർഡിനും ദേവസ്വം മന്ത്രിക്കുമൊക്കെ കിട്ടാനിടയുണ്ടോ എന്ന സംശയത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഈ പറയുന്ന വിവാദമാകെ തന്നെ നടക്കുന്നത്. വിവാദത്തെ കൊടുപ്പിക്കുന്നത് രാഷ്ട്രീയ താല്പര്യം കൊണ്ടാണ്. കാര്യങ്ങളെ സത്യസന്ധമായി പരിശോധിക്കാനാണ് താല്പര്യമെങ്കിൽ അന്വേഷണമായിട്ട് സഹകരിക്കല്ലേ വേണ്ടത്. എന്താ ഇവിടെ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് പറഞ്ഞിരിക്കുന്നത്? ഹൈക്കോടതിയോട് ഇതിനെ സംബന്ധിക്കുന്ന സമഗ്രമായ അന്വേഷണം ആവശ്യപ്പെടുമെന്നാണ്. ഏത് അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിക്ക് തീരുമാനിക്കാം. അതിൽ കുറ്റക്കാരായി കാണുന്ന ആളുകളെ ഒരു കാരണവശാലും സംരക്ഷിക്കാൻ ദേവസ്വം ബോർഡ് ഉണ്ടാവില്ല, ദേവസ്വം മന്ത്രി ഉണ്ടാവില്ല, ഈ ഗവൺമെന്റ് ഉണ്ടാവില്ല. അതിനോട് സഹകരിക്കുകയല്ലേ. അയ്യപ്പനോട് സ്നേഹമുള്ളവരാണ് ഈ BJP-യും അതുപോലെ കോൺഗ്രസും ഒക്കെ ചെയ്യേണ്ടത്. അയ്യപ്പന്റെ പേരിൽ നടക്കുന്ന ഈ പറയുന്ന വിവാദത്തിനെ സത്യസ്ഥിതി ഭക്തരെ ബോധ്യപ്പെടുത്താൻ ഈ ഗവൺമെന്റും അവർ ദേവസ്വം ബോർഡും മുന്നോട്ടേക്ക് വരുമ്പോൾ അതിനെ കൂടെ നിൽക്കുക, അതിനെ സഹായിക്കുക, അതിന് പിന്തുണ നൽകുക. അതല്ലേ അയ്യപ്പ ഭക്തന്മാരാണ് ഈ പറഞ്ഞ BJP-ക്കാരും അതുപോലെ കോൺഗ്രസ്സുകാരുമെങ്കിൽ അവർ ചെയ്യേണ്ടത്. അതുകൊണ്ട് തന്നെ ജനങ്ങൾക്ക്, അയ്യപ്പ ഭക്തർക്ക് ഇവരുടെ നിലപാടിനകത്ത് നല്ലതുപോലെ സംശയമുണ്ട്. ഇവരെല്ലാം ചേർന്ന് നടത്തുന്ന ഒരു കൂട്ടുകച്ചവടമാണോ ഈ കാര്യം എന്ന കാര്യത്തിലും ജനങ്ങൾക്ക് നല്ലതുപോലെ സംശയം. ആ കാര്യങ്ങളിലേക്കാണ് നമുക്ക് ഇനി ചർച്ച വരേണ്ടത്.